വളർത്തുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. ഈ ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ കരിസോ നമ്മളെ പങ്കുവെക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചപ്പോൾ ശിഷ്യരായി വളർന്നുകൊണ്ട് സൗഹൃദം സ്ഥാപിച്ച് അനുഭവസാക്ഷ്യം പങ്കുവെച്ച് അടിസ്ഥാന സുവിശേഷ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ച് കൂട്ടായ്മയുടെ ഭാഗമാക്കി വളർത്തുക എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ പ്രധാനമായി നമ്മെ സഹായിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആരായിരിക്കും? ദൈവം, പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ കുറച്ചും കൂടി ആഴത്തിലൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ എത്രമാത്രം ഭാഷകൾ ഉപയോഗിച്ചാലും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാലും ഒരു മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ആത്മാവിനെ ജ്വലിപ്പിക്കുവാനായിട്ട് നമുക്കാവില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു വ്യക്തിയുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുവാൻ, തീക്ഷ്ണതയുള്ളവരാക്കുവാൻ, അതിനെ കത്തിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. നമ്മൾ എത്രമാത്രം ദൈവവചനം കേട്ടു എന്ന് പറഞ്ഞാലും, എത്രമാത്രം വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് കടന്നുപോയി എന്ന് പറഞ്ഞാലും, എത്രമാത്രം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരുടെ ആത്മാവിനെയും ജ്വലിപ്പിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച്. അപ്പസ്തോല കരിസോയുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവും കൂട്ടായ്മയാണ് എന്ന് നാം പഠിച്ചത് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പസ്തോല കരിസോയുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവും കൂട്ടായ്മയാണ്. അപ്പസ്തോല കരിസോയുടെ ഉള്ളടക്കം എന്തായിരുന്നു എന്നറിയാവോ? ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും അപ്പസ്തോല കരിസോയുടെ ഉള്ളടക്കം മറന്നുപോയോ? ക്രിസ്തു സംഭവമാണ്. ചിലരൊക്കെ നോട്ട് മറിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ക്രിസ്തു സംഭവമാണ്. എന്താണ് ക്രിസ്തു സംഭവം? തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞു. ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് രക്ഷകനായി ജനിച്ചു എന്നും നമ്മുടെ അവിടുന്ന് ജനിച്ച യേശു എന്ന പേര് സ്വീകരിച്ചു. നമ്മുടെ ചുറ്റി നടന്ന വചനം പ്രഘോഷിച്ചു. പാപപരിഹാരം അതല്ലേ, മരിച്ച രക്ഷകനായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പീഡകൾ സഹിച്ച് മരിച്ചു. മരിച്ച രക്ഷകനായി, ഉയർത്ത് കർത്താവായി, മഹത്വീകരിക്കപ്പെട്ട് മിശിഹ എന്നുള്ള പെസഹ രഹസ്യ ആ ക്രിസ്തു സംഭവമാണ് അപ്പസ്തലന്മാരെ പ്രഘോഷിച്ചത്. അത് പ്രഘോഷിച്ചതിന്റെ ലക്ഷ്യം പരിശുദ്ധാത്മാവിലും കൂട്ടായ്മയിലും എക്ലേഷ്യൻ ഫെലോഷിപ്പിലും വളരുക, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുക എന്നുള്ളതായിരുന്നു. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അല്പം കൂടി ആഴത്തിലൊന്ന് മനസ്സിലാക്കാനായിട്ട്, ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എങ്ങനെയാണ് നമുക്ക് വളരാനായിട്ടാവുക, ആത്മാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത കുറച്ച് ആഴ്ചകൾ, 3-4 ആഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പൊതുവായിട്ട് ഇന്ന് നമ്മളൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ, ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷേ നമ്മൾ ബുദ്ധി കൊണ്ട് എത്ര പഠിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ, നമ്മളെ തൊടുന്നില്ലെങ്കിൽ, അവിടുത്തെ സ്പർശനം ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളിത് വെറുതെ ആയി പോകും. ഒരു അക്കാഡമിക്കൽ ലെവലിൽ വെറുതെ നമ്മുടെ തല കൊണ്ട് ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കുന്ന ഒന്നായി മാറും. അതുകൊണ്ട് കാര്യമില്ല. മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ആത്മാവ് ജ്വലിക്കുവാൻ, പരിശുദ്ധാത്മാവ് ജ്വലിക്കുവാനായിട്ട് ഇടയാകണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനങ്ങള്. ഒരു മിനിറ്റ്. ചേച്ചി സൗണ്ട് ഉണ്ട്? ചേച്ചിയുടെ ഫോണിലുള്ള എന്തെങ്കിലും കുഴപ്പമായിരിക്കും. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ, വായിച്ചോളൂ. ഓക്കെ. പുസ്തകം 1-1-2. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും അത് തന്നെ വായിച്ചോ. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു.
ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പ്രപഞ്ചം ആരംഭിക്കുമ്പോൾ തന്നെ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ്, ആ ദൈവീക ചൈതന്യം ജലത്തിനു മീതെ ചലിച്ചുകൊണ്ട് രൂപരഹിതവും ശൂന്യമായിരുന്ന പ്രപഞ്ചത്തെ രൂപമുള്ളതും അത് നിറവുള്ളതുമാക്കി തീർത്ത, അന്ധകാരത്തെ അവിടുന്ന് മാറ്റി പ്രകാശമുള്ളതാക്കി തീർക്കുന്ന ദൈവത്തിന്റെ ചൈതന്യത്തെക്കുറിച്ചാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ആരംഭിക്കുന്നത്. പഴയ നിയമം നമ്മൾ തുടങ്ങുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം ദൈവവചനം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 10-13 നമ്മൾ എത്തുമ്പോൾ കാണുന്നത് ഇപ്രകാരമാണ്. ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. വേറെ ആരെങ്കിലും, ഒരാൾ തന്നെ വായിക്കണമെന്നില്ല, മാറി മാറി വായിച്ചോ. 1 സാമുവേൽ 16-ാം അധ്യായം 10 മുതൽ 13 വരെ. കിട്ടിയോ? വേഗം വേഗം എടുത്ത ബൈബിള്. ഫോണിലുണ്ടെങ്കിൽ ഫോണിൽ എടുത്തോളൂ. 1 സാമുവേൽ 16, 10 മുതൽ 13 വരെ. ജസസ് തന്റെ 7 പുത്രന്മാരെ സാമുവേലിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ ജെസയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. ഒരു മിനിറ്റ്. അതായത് സാമുവേൽ പ്രവാചകൻ ജെസയുടെ ഭവനത്തിൽ വന്ന് ഒരു രാജാവിനെ തെരഞ്ഞെടുക്കാനായിട്ട് വരുമ്പോൾ ജെസ തന്റെ 7 പുത്രന്മാരെ, മൂത്തവൻ തുടങ്ങി എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അവര് യുദ്ധവീരന്മാരും ഒക്കെ ആയിരുന്നു. അപ്പം സാമുവേൽ പറഞ്ഞു, അവരെ ആരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. ഇനി വായിച്ചോളൂ. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു, അവനെ ആളയച്ചു വരുത്താൻ സാമുവേൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയേ ഉള്ളൂ എന്നും പറഞ്ഞു. യെസ്സേ അവനെ ആളയച്ചു വരുത്തി. പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ റാമയിലേക്ക് പോയി. അവിടെ ദാവീദിനെയാണ് ദൈവം തെരഞ്ഞെടുത്തതെന്ന് സാമുവേൽ പ്രവാചകൻ കാണുകയും ആ സാമുവേൽ പ്രവാചകൻ ദാവീദിനെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന രാജാവെന്ന് കണ്ട് തൻ്റെ കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും അതിന് തുടർന്ന് വരുന്ന വാക്യം പറയാം, അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ പ്രവർത്തിച്ചു തുടങ്ങി. ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുന്നതിന്, ഒരു പ്രത്യേക കാര്യം ചെയ്തു തീർക്കുന്നതിനായി പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും പ്രത്യേകമായ വിധം ഇടപെടുന്ന പഴയ നിയമത്തിലെ ചിത്രം മുഴുവൻ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദാവീദ് രാജാവായി. അവിടുന്ന് ഊറിയയുടെ ഭാര്യയെ ശാരീരിക ബന്ധത്തിൽ വന്ന് ഊറിയയെ കൊന്ന്, അങ്ങനെ കൊലപാതകം ചെയ്യുന്ന, വ്യഭിചാരം ചെയ്ത്, അതെല്ലാം കഴിഞ്ഞു വരുന്ന ദൈവവചന ഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വായിക്കുന്നുണ്ട്, ദൈവാത്മാവ് അവനിൽ നിന്ന് പിൻവാങ്ങി. ഒന്നെങ്കിൽ ചില ദൗത്യം ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് വിഘാതമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ദൈവാത്മാവ് പിൻവാങ്ങുന്നതായിട്ടാണ് പഴയ നിയമം മുഴുവൻ നമ്മൾ വായിക്കുന്നത്. അപ്പം പഴയ നിയമത്തിൽ പ്രവാചകന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും ന്യായാധിപന്മാരിലും ഒക്കെ പരിശുദ്ധാത്മാവ് ഒരു ദൗത്യം പൂർത്തിയാക്കാനായി അവരിൽ പ്രത്യേകമാവിധം ഇടപെടുന്നതും ആ ദൗത്യം പൂർത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് വിഘാതം സംഭവിക്കുമ്പോഴോ ദൈവാത്മാവ് പിൻവാങ്ങുന്നതുമായ ഒരു ചിത്രമാണ് പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ കണ്ട് മനസ്സിലാക്കി പോവുക. ആണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:28 ഒന്ന് ആരെങ്കിലും വായിക്കാമോ? ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:28. ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ഓക്കെ, ജോയൽ പ്രവാചകൻ പറഞ്ഞ ആ സംഭവം എവിടെയാണ് പൂർത്തിയാവുന്നത്? ആരെങ്കിലും ഓർമ്മയിൽ കിട്ടുന്നുണ്ടോ? ജോയൽ പ്രവാചകനിലൂടെ നമ്മൾ വായിച്ചു കേട്ട ഈ ദൈവവചനം
എവിടെയാണ് പൂർത്തിയാവുന്നതായി കാണുന്നത്? അപ്പോസ്തല അപ്പോസ്തലന്മാർ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ജോയൽ പ്രവാചകന്റെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ പത്രോസ് പറയുന്നുണ്ട്, ജോയൽ പ്രവാചകനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോൾ ഇവിടെ പൂർത്തിയാവുകയാണ്. അവസാന നാളുകളിൽ വൃദ്ധന്മാർ സ്വപ്നം കാണും, യുവാക്കൾക്ക് ദർശനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവസാന നാളുകളിൽ അല്ലെങ്കിൽ ഈശോയുടെ അല്ലെങ്കിൽ രക്ഷ പൂർത്തിയാക്കിയതിന് ശേഷം ദൈവാത്മാവ് എല്ലാവരിലും സമ്പൂർണമായി വ്യാപിക്കുന്ന പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1:34 ആരെങ്കിലും വായിക്കാവോ? പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1:34 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ലൂക്ക 3:21 എടുത്തു വെച്ചോ കേട്ടോ. മറിയം ദൂതനോട് പറഞ്ഞു, ആ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ മറിയം ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയുന്നില്ല, അങ്ങനെ സംഭവിക്കും. അപ്പൊ പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ ദൈവപുത്രന് ജന്മം നൽകും. അവൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആ ദൈവപുത്രന് ജന്മം നൽകുന്നതിലേക്ക് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയിൽ സമ്പൂർണമായും പ്രവർത്തിക്കുന്ന പിന്നീട് പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ മുന്നോട്ട് പോകുന്ന, പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിനനുസരിച്ച് ജീവിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെയും ഔസപിതാവിന്റെയും ഒക്കെ ചിത്രം വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതും നയിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമാണ് നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം 3:21 വരുമ്പോൾ നമ്മൾ എന്താണ് കാണുക? ലൂക്ക 3:21. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. 22 വായിച്ചോ. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഈശോ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചതിന് ശേഷം അവിടുന്ന് സ്നാപകയോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനിൽ സജീവമായി വരുന്നതും പരിശുദ്ധാത്മാവും യേശുവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെയും തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ ഈശോ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നതും ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നതും തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ജോലി മുഴുവൻ പൂർത്തിയാക്കുന്നതുമാണ് നമ്മൾ കാണുക. പരിശുദ്ധ മറിയത്തിലും യോസേപ്പിതാവിലും ഈശോയിലും ഒക്കെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന ചിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈശോയുടെ വാഗ്ദാനം ഈശോ വാഗ്ദാനം ചെയ്തതാണ് പരിശുദ്ധാത്മാവ്. അതായത് ഈശോയുടെ വാഗ്ദാനമാണ് എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:16 നമ്മൾ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്യുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്കെല്ലാവർക്കുമായി നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:16 ആരെങ്കിലും വായിക്കാവോ? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. നോക്കുക, നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും, അവൻ എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കും. അപ്പൊ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നും കൂടെ ആയിരിക്കാൻ സഹായിക്കണമെങ്കിൽ ഒരു വ്യക്തി ആവണമല്ലോ. ഒരു മൃഗത്തിനോ വേറെന്തിനോ ഒന്നും സഹായിക്കാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. ആ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവും ഞാനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിലുള്ള ജീവിതത്തെക്കുറിച്ചും യോഹന്നാന്റെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് തന്നെ അപ്പോസ്തല പ്രവർത്തനം 1:5 വരുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 1:5 വായിക്കാവാണെങ്കിലും. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവാൽ സ്നാനം ഏൽക്കും. വായിച്ചത് ഏത് ഭാഗമാണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:5 1:5 അല്ലേ?
അവിടെ അതെ വളരെ അതെ. കൃത്യമായി പറയുകയാണ്, യോഹന്നാൻ എന്തുകൊണ്ട് സ്നാനം നൽകി? വെള്ളം കൊണ്ട്. വെള്ളം കൊണ്ട്. എന്നാൽ നിങ്ങൾ ഏറെ താമസിയാതെ ആരിൽ സ്നാനപ്പെടും? പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. അപ്പൊ ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ, ആ ബന്ധത്തിന്റെ ആഴത്തിലുള്ള ജീവിതത്തെ കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും അപ്പസ്തല പ്രവർത്തനം 2:16-21 വരുമ്പോൾ ജോയൽ പ്രവാചകന്റെ വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് വായിച്ചോ? അപ്പസ്തല പ്രവർത്തനം 2:16-21. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത്: ദൈവം അരുളിച്ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിലെ അത്ഭുതങ്ങളും ഭൂമിയിലെ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിനു മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തവുമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പൊ അവിടെ ഈ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞ വാക്കുകൾ അവിടുന്ന് പൂർത്തിയാക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ആദിയും അന്തവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ജീവജലത്തിന്റെ അരുവികൾ സൗജന്യമായി ഞാൻ അവന് നൽകും. ഈ പരിശുദ്ധാത്മാവും ഞാനും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിന്റെ ജീവിതത്തെ കുറിച്ചാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് പടിപടിയായിട്ടുള്ള, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പ്രത്യേക ദൗത്യം നിർവഹിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇടപെടുന്നെങ്കിൽ, അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ മറിയത്തിലും യോസേപ്പിതാവിലും ഈശോയിലേക്കും അപ്പസ്തലന്മാരിലേക്കും ഒക്കെ വരുമ്പോൾ വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ആത്മാവിന്റെ കൂടെയുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ്. അത് തുടർന്ന് അപ്പസ്തല പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവർക്കുമായി സൗജന്യമായി നൽകുന്ന പരിശുദ്ധാത്മാവ് വളരെ വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ഒരു സഹായകൻ എന്ന നിലയിൽ നമ്മളോടൊപ്പം അവിടുന്ന് നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, ദൈവം നമ്മെ ഏൽപ്പിച്ച കടമകൾ നിർവഹിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പരിശുദ്ധാത്മാ ജീവിതത്തിന്റെ വിവിധ തലങ്ങൾ, പരിശുദ്ധാത്മാവും ഞാനും തമ്മിലുള്ള ജീവിതത്തിന്റെ ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് സഭാപിതാക്കന്മാരെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നത് അതൊരു വധു വര ബന്ധത്തെ കുറിച്ചാണ്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ചാണ്. ഒരു വധുവും വരനും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണോ, ജീവിതം എങ്ങനെയാണോ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ ആ ബന്ധത്തിന്റെ തലങ്ങളെ കുറിച്ചാണ് എന്നുള്ളതാണ്. ആ ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കും എന്നാർക്കെങ്കിലും വെറുതെ ഒന്ന് പറയാമോ? അതിൻ്റെ ഒരു തലത്തെ കുറിച്ച്, ഒരു ആള് വിവാഹം കഴിക്കാൻ പോകുമ്പോൾ മുതൽ ഉള്ള തലങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യത്തെ തലം എന്തായിരിക്കും? എല്ലാരും വിവാഹം കഴിച്ചവരൊക്കെ അല്ലേ ഭൂരിപക്ഷം, അതെന്നാണ് എന്റെ ധാരണ. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഒന്നാമത്തെ തലം ഏതാണ്? സ്നേഹമാണോ? അതിനൊക്കെ മുമ്പ് വേറെ ഇല്ലേ? സമർപ്പണം. സമർപ്പണമല്ല, അറിയുക. ഒന്ന് അറിയുക എന്നുള്ളതാണ്. അല്ലെ, നിങ്ങൾ ഒരാളെ വിവാഹം കഴിക്കാൻ ആലോചിപ്പിച്ചപ്പോൾ അന്വേഷിച്ചു, ആളെ കുറിച്ച് അന്വേഷിച്ചു, ആളുടെ പേരെന്താണ്, വീട് എവിടെയാണ്, ജോലി എന്താണ്, വീട്ടുകാരെങ്ങനെയുണ്ട്, സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അന്വേഷിച്ചില്ലേ? മിണ്ടുന്നില്ല. ഉവ്വ. അന്വേഷിച്ചതൊക്കെ ഇപ്പൊ വെറുതെ ആയെന്ന് തോന്നുന്നുണ്ടാവോ? അല്ലെ? അപ്പൊ ഇതേപോലെ അതിന്റെ ഒന്നാമത്തെ തലം പരിശുദ്ധാത്മാവിനെ അറിയുക എന്നുള്ളതാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒന്നാമത്തെ അറിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ തലം എന്തായിരിക്കും? സ്നേഹിക്കുക. അല്ല, സ്നേഹിക്കുക എന്നുള്ളതല്ല, അറിഞ്ഞു, ഇന്ന ആളെ കുറിച്ച് അറിഞ്ഞു, കൊള്ളാം, കുഴപ്പമില്ല, എനിക്ക് പറ്റുന്ന ആളാണ്, എൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആളാണ്, എനിക്ക് പറ്റിയ ആളാണ് എന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത തലം ബന്ധം സ്ഥാപിക്കുക. അടുത്ത സ്ഥലം സ്വീകരിക്കുക എന്നുള്ളതാണ്. സ്ഥാപിക്കുക എന്നുള്ളതല്ല, സ്വീകരിക്കുന്ന ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെക്കുകയാണ്. ശരിയാണല്ലോ അല്ലെ? ദേവാലയത്തിൽ വെച്ച് ഞാനും നിങ്ങളും എല്ലാം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിവാഹ ജീവിതത്തിൽ ഉടമ്പടി എടുത്തു. എന്താണ് ഉടമ്പടി?
ഇന്ന് മുതൽ മരണം വരെ. പറയണ്ട, അത് പിന്നെ ഓർത്താ മതി അല്ലെ. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലം എന്താണ്? ആ ബന്ധം ഉടമ്പടി സ്വീകരിച്ചു, രണ്ടുപേരും തമ്മിൽ എഗ്രിമെന്റിൽ വെച്ചു, വിവാഹിതരായി. അതിനുശേഷം സമർപ്പിക്കുക. മൂന്നാമത്തെ പരസ്പരം സമർപ്പണം വിശ്വസിക്കുക. എന്നുള്ളതിനേക്കാൾ നല്ലത് രണ്ടുപേരും തമ്മിൽ ഒന്നാകുക. ശക്തി പ്രാപിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ മനസ്സുകൾ, അവരുടെ സ്വഭാവങ്ങൾ എല്ലാം ഒരുമിച്ച് രൂപപ്പെട്ടു വരികയാണ്, ശക്തി പ്രാപിക്കുകയാണ് എന്നുള്ളതാണ്. അതുവരെ ഭാര്യയും ഭർത്താവും ആ വിവാഹം കഴിഞ്ഞ ആളിൽ നോക്കിയാൽ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഒരു ശബ്ദം കേട്ടാൽ ശബ്ദം എന്തിനു വേണ്ടിയാ പുറപ്പെടുവിച്ചെന്ന് അറിയത്തില്ലായിരുന്നു അല്ലെ. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് ഒരു സ്വരം പ്രകടിപ്പിച്ചത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നോക്കിയത് എന്നുള്ളത് മനസ്സിലാകുന്ന വിധത്തിലേക്കുള്ള ഒരു ശക്തി പ്രാപിക്കുകയാണ്, ബന്ധം ശക്തിയുള്ളതാക്കി മാറ്റുകയാണ്. അതിന്റെ നാലാമത്തെ തലം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൽ വളരുക എന്നുള്ളതാണ്. ആ ബന്ധത്തിൽ സാവധാനം വളർന്ന് വലുതാവുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ തലം ആ രണ്ടുപേരും ഒന്നായി തീരുക എന്നുള്ളതാണ്, വ്യാപരിക്കുക എന്നുള്ളതാണ്. ഈ 5 തലങ്ങളാണ് പരിശുദ്ധാത്മാവും ഞാനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ 5 തലങ്ങളാണ്. ഇത് അല്പം കൂടി ഒന്ന് വിശദമാക്കി ഞാൻ പറഞ്ഞു പൊക്കോളാം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം പോലെ, ഒരു വധു വരൻ ബന്ധം പോലെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെയാണ് പരിശുദ്ധാത്മാവിനെ അറിയുക എന്നുള്ളത്. ഒന്ന് വായിച്ചോളൂ ആരെങ്കിലും ഒരാൾ, ഓരോരുത്തരും ഒന്ന് മാറി വായിച്ചോ കേട്ടോ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി ആ വ്യക്തിയെക്കുറിച്ചും അവന്റെ വ്യക്തിത്വത്തെയും സ്വഭാവ സവിശേഷതകളെയും പ്രവർത്തന രീതികളെയും കുറിച്ച് ആഴമായി അറിയാനുള്ള പരിശ്രമം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അല്ലെങ്കിൽ വധു വരൻ ബന്ധത്തില് ആ വ്യക്തിയുടെ പേര്, വീട്ടുപേര്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ, ആ വ്യക്തിയുടെ വ്യക്തിത്വം, അങ്ങനെ ആ വ്യക്തിയെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ പരിശ്രമിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ വ്യക്തിപരമായി മനസ്സിലാക്കാനായിട്ട്, അറിയാനായിട്ട് വളരെ കൃത്യമായി നാം ശ്രമിക്കണം. എങ്ങനെയാണ്? നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം, നമ്മളെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചോ വേറെ ആരെക്കുറിച്ചും അറിയാൻ നമ്മൾ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് ചോദിക്കും, ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കും, പല വിധത്തിൽ നമ്മൾ അറിയാൻ ശ്രമിക്കും. എങ്ങനെയാണ് പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക? ഒന്ന്, ദൈവവചനം നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ ദൈവവചനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കും. വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ, ജപമാലയിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഉപവാസത്തിലൂടെയും മറ്റു പ്രാർത്ഥനകളിലൂടെയൊക്കെ ഈ പരിശുദ്ധാത്മാവിനെ അറിയാനുള്ളൊരു ശ്രമമുണ്ട്. ഒപ്പം നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC, ആ CCC നമ്മൾ വായിച്ചു കളയുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായം തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. 3-ാമത്തെ അധ്യായം മുഴുവൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നതിനെ കുറിച്ചാണ്. അപ്പം ആ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ കുറെ കൂടി പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാം. സഭയുടെ പ്രബോധന രേഖകളുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചുള്ള ധാരാളം പ്രബോധന രേഖകളുണ്ട്. ആ പ്രബോധന രേഖകൾ നമ്മൾ വായിക്കുമ്പോൾ, ചാക്രിക ലേഖനങ്ങൾ വായിക്കുമ്പോൾ, അതുപോലെ പരിശുദ്ധ പിതാക്കന്മാരും മാർപ്പാപ്പയും അതുപോലെ സഭയെല്ലാം ഇറക്കിയിരിക്കുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വായനയും അന്വേഷണവും ഒക്കെയാണ് പരിശുദ്ധാത്മാവായിട്ടുള്ള വ്യക്തിയെ ആഴത്തിൽ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ അറിയാൻ എത്രമാത്രം ആഗ്രഹമുണ്ടോ അത്രമാത്രം പരിശുദ്ധാത്മാവും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം രൂപപ്പെടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന് 2-ാമത്തെ തലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒന്ന് വേറെ ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ എന്റെ സ്വതന്ത്രമായ തീരുമാനത്തോടും ആഗ്രഹത്തോടും കൂടെ എന്നോടൊപ്പം സന്തത സഹചാരിയായി എന്നും കൂടെ കൂട്ടാനുള്ള എന്റെ തീരുമാനം. അപ്പൊ ഇവിടെ എന്താണ് വായിച്ചു കേട്ടത് ആന ചേച്ചി? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ എന്റെ സ്വതന്ത്രമായ തീരുമാനത്തോടെ ഞാൻ പരിശുദ്ധാത്മാവിനെ എന്റെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുന്നു അല്ലെ? ആന ചേച്ചി ജെയിംസ് ചേട്ടനെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു. അതെ, അങ്ങനെ ഒരാളെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും. എന്ത് ബുദ്ധിമുട്ടാണ്? എന്നും ബുദ്ധിമുട്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും.
ജീവിതം മുഴുവൻ എന്തൊക്കെയായിരിക്കും? ഉണ്ടാകും. ജീവിതം മുഴുവൻ ഉണ്ടാകും. അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന പ്രയാസം എന്താവും? എന്താ ബ്രദർ? അടിസ്ഥാനപരമായി ഒരാളെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എന്താകും? ആ പ്രയാസങ്ങൾ ഉണ്ടാവും. എന്ത് പ്രയാസമായിരിക്കും എന്നാ ഞാൻ ചോദിച്ചത്. നമുക്ക് ഒത്തിരി അവരിൽ നിന്ന് ഗുണങ്ങളും ഉണ്ടാവും, ദോഷങ്ങളും ഉണ്ടാവും. ഓക്കെ. ഇവിടെ അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി നമ്മൾ ഒരാളെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇഷ്ടവും താല്പര്യവും സ്വാതന്ത്ര്യവും ഒക്കെ നഷ്ടപ്പെടും. ശരിയല്ലേ? അതെ അതെ അതുവരെ അന്ന ചേച്ചിക്ക് വ്യക്തിപരമായി പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കൂടെ കൂട്ടി അന്ന് മുതൽ വ്യക്തിപരമായി അങ്ങനെ തീരുമാനമെടുത്ത് എനിക്ക് തോന്നുന്ന പോലെ പോകാൻ പറ്റിയില്ല. മറ്റൊരാളോടും കൂടെ ചോദിക്കേണ്ടതായിട്ട് വരുന്നു. അതെ, നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ വേറൊരാളുടെ കൂടെ ചോദിച്ചുകൊണ്ട് അയാളുടെ ഇഷ്ടവും താല്പര്യവും അയാളുടെ വ്യക്തിത്വവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അയാളെ കൂടെ ചേർത്ത് അയാളോടൊപ്പം സഞ്ചരിക്കാനേ പറ്റുകയുള്ളൂ. അതാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഭാര്യയും ഭർത്താവും ഒരാളെ വധുവായി വരനായി സ്വീകരിക്കുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യവും ഒക്കെ നഷ്ടപ്പെടുത്തി മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ എൻ്റെ സ്വാതന്ത്ര്യമാക്കി മാറ്റുന്ന, മറ്റൊരാളുടെ ഇഷ്ടത്തെ എൻ്റെ ഇഷ്ടമാക്കി മാറ്റുന്ന, മറ്റൊരാളുടെ സന്തോഷത്തെ എൻ്റെ സന്തോഷമാക്കി മാറ്റുന്നതിലേക്കുള്ളൊരു പരിവർത്തനമാണ്. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടെ കൂടാൻ തീരുമാനിക്കുക, പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ, എനിക്ക് തോന്നുന്നത് പോലെ, എനിക്ക് ആഗ്രഹമുള്ളതുപോലെ, എനിക്ക് രുചികരമായ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറിച്ച് ആരുടെയും കൂടെ ഇഷ്ടം നോക്കണം? പരിശുദ്ധാത്മാവിന്റെ ആ വ്യക്തിയുടെ ഇഷ്ടം കൂടെ നാം നോക്കേണ്ടതുണ്ട് എന്നിവിടെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൂടെ കൂട്ടി മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഈ പരിശുദ്ധാത്മാവായ ദൈവത്തെ നാം കൂടെ കൂട്ടി. പക്ഷെ എത്രമാത്രം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട് ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുമിച്ച് എത്രമാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്? ഇപ്പോഴും എൻ്റെ ഇഷ്ടവും താല്പര്യവും സുഖവും രുചിയും എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടല്ല ഞാൻ പോകുന്നത്. മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അതിലേക്ക് നാം എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നാം ബോധപൂർവം നാം സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിനോടൊപ്പം ഞാൻ നടക്കാൻ, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് നടക്കലല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ സന്തത സഹചാരിയായി ഞാൻ യാത്ര ചെയ്യാനായിട്ട് തീരുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഞാൻ പരിശുദ്ധാത്മാവ് എൻ്റെ സന്തത സഹചാരിയായ പരിശുദ്ധാത്മാവിനോടൊപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോഴേ എൻ്റെ ആത്മാവ് ജ്വലിക്കുകയുള്ളൂ. എൻ്റെ ആത്മാവ് കത്തണമെങ്കിൽ, ജ്വലിക്കണമെങ്കിൽ, തീക്ഷ്ണത ഉണ്ടാകണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിനോടൊപ്പം ഞാൻ യാത്ര ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തത് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സാന്നിധ്യ അവബോധത്തിലേക്ക് നാം ബോധപൂർവം വളരേണ്ടതുണ്ട്. ഒന്ന് വായിച്ചോളൂ. വേറെ ആരെങ്കിലും? എൻ്റെ തീരുമാനപ്രകാരം എന്നോടൊപ്പമായ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്ന് എല്ലാ തലത്തിലും ദൈവിക ശക്തി പ്രാപിക്കാനുള്ള തീവ്രമായ അഭിവാഞ്ച വളർത്തിയെടുക്കുക. അപ്പൊ എന്നോടൊപ്പം ആയ ആത്മാവ് ആ പരിശുദ്ധാത്മാവിനോടൊപ്പം ഞാൻ ചേർന്ന് സഞ്ചരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ എല്ലാ തലങ്ങളിലും, എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ബോധങ്ങളിലും എൻ്റെ ചിന്തകളിലും എൻ്റെ വിചാരങ്ങളിലും എൻ്റെ സ്വപ്നങ്ങളിലും എൻ്റെ പദ്ധതികളിലും ഒക്കെ ആ ദൈവീക ശക്തി സജീവമാകുമ്പോഴാണ് എൻ്റെ പദ്ധതി മാറിയിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നത്, എൻ്റെ സ്വപ്നം മാറിയിട്ട് ദൈവത്തിൻ്റെ സ്വപ്നമാകുന്നത്, എൻ്റെ ഇഷ്ടം മാറിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമായി മാറുന്നത്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഈ തീവ്രമായി പരിശുദ്ധ അമ്മയിൽ സജീവമാക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് അവളെ പൂർണ്ണമായി വിധേയപ്പെടുകയാണ്. എൻ്റെ ഇഷ്ടം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി തന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ പദ്ധതി മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കായി സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലെ യോസപിതാവിലും വിശുദ്ധരിലും ഒക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാ ശക്തിയിൽ, സാന്നിധ്യത്തിൽ, അവബോധത്തിൽ വളരുന്നതിനെ കുറിച്ച് നമ്മൾ കാണും. അപ്പൊ ഇവിടെ വലിയൊരു അഭിവാഞ്ച, തീവ്രമായ ഒരു ആഗ്രഹം, തീഷ്ണമായ ഒരു ആഗ്രഹം ആരോടൊപ്പം സഞ്ചരിക്കാൻ? പരിശുദ്ധാത്മാവിനോടൊപ്പം സഞ്ചരിക്കാനുള്ള തീവ്രമായ, തീഷ്ണമായ ഒരു ആഗ്രഹം നമ്മളിൽ എത്രമാത്രം സജീവമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ആത്മാവിന്റെ പ്രവർത്തനത്തെ നമുക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. നാലാമത്തത് പരിശുദ്ധാത്മാവിൽ വളരുക എന്നുള്ളതാണ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം പോലെ, അല്ലെങ്കിൽ വധു വരൻ ബന്ധം പോലെ പരിശുദ്ധാത്മാവിൽ എങ്ങനെയാണ് നാം വളരുക? വേറെ ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ.
എന്റെ ആത്മാവിന്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും താല്പര്യങ്ങളും മോഹങ്ങളും എല്ലാം ബോധപൂർവം മാറ്റി പകരം പരിശുദ്ധാത്മാവിന്റെ വികാരങ്ങളിലേക്കും വിചാരങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും താല്പര്യങ്ങളിലേക്കും തീരുമാനത്തിലേക്കും വളർത്തുക. എന്താണാവോ മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലായി ഇത് വായിച്ചപ്പോൾ വല്ലതും? മനസ്സിലായി. ബോധപൂർവം പരിശുദ്ധാത്മാവിന്റെ എൻ്റെ ആത്മാവിന്റെ എല്ലാ വികാരങ്ങളും, എൻ്റെ ആത്മാവിന്റെ വികാരം എന്താണ്? എന്നോട് ഒരാൾ നല്ലതേ പറയാവുള്ളൂ. ഒരാൾ എന്നോട് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ഞാൻ പറയണം. എന്നോട് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടണം. എനിക്ക് ഇഷ്ടമില്ലാത്ത വന്നാൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ പ്രകടിപ്പിക്കണം. എൻ്റെ വിചാരങ്ങൾ എന്താണ്? എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്? എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്? താല്പര്യങ്ങൾ എന്താണ്? എൻ്റെ മോഹങ്ങളാണ്. എൻ്റെ ജഡത്തിൻ്റെ താല്പര്യവും സുഖവും സന്തോഷവും ഒക്കെയാണ്. അതെല്ലാം ബോധപൂർവം മാറ്റി പകരം പരിശുദ്ധാത്മാവിന്റെ വികാരം എന്താണ്? ഒരാള് തെറി പറഞ്ഞാൽ പുഞ്ചിരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ഒരാള് തല്ലിയാൽ തിരിച്ച് തല്ലാതിരിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒരുവനെ കുറിച്ച് നന്മ മാത്രം കരുതുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണ്? ആ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തിപരമായി ആ രോഗത്തെയും പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാക്കലാണ്. പരിശുദ്ധാത്മാവിന്റെ സ്വപ്നത്തിലേക്ക് വളരുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിവർത്തനത്തിലേക്ക് എൻ്റെ ആത്മാവും ദൈവാത്മാവും തമ്മിലുള്ള ഒരു വലിയൊരു പരിവർത്തനത്തിലേക്കുള്ള ഒരു യാത്ര സംഭവിക്കേണ്ടതുണ്ട്. ഇത് എവിടം വരെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല, അല്ലേ? ഇപ്പോഴും ഒരുപക്ഷെ നമ്മുടെ ആത്മാവിന്റെ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും താല്പര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പോലും നമ്മുടെ ആഗ്രഹം, നമ്മുടെ സ്വപ്നവും ആഗ്രഹവും ഒക്കെ അനുസരിച്ച് നടക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമാകാം. അതെല്ലാം നമ്മൾ ബോധപൂർവം മാറ്റി ദൈവാത്മാവ് നയിക്കുന്നിടത്തിലേക്ക്, പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നിടത്തേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഔസേപ്പ് പിതാവിന്റെ വിശുദ്ധരുടെ ഒക്കെ ജീവിതം നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ, അല്ലെ, ഫ്രാൻസിസ് അസിസി തൻ്റെ ഇഷ്ടവും ആഡംബരത്തിൽ സൗഭാഗ്യത്തിൽ നല്ല പണക്കാരനായി ജീവിച്ച അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടുമുട്ടി ദൈവാത്മാവിനാൽ സജീവമായപ്പോൾ തനിക്കുള്ളത് മുഴുവൻ കൊടുത്ത്, തൻ്റെ ഉടുമുണ്ട് പോലും കൊടുത്ത് അവിടുന്ന് ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുന്ന, ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ച് പന്നികളോട് സുവിശേഷം പറയാൻ പോകുന്ന, അല്ലെ, ഫ്രാൻസിസ് അസിസിയുടെ ആ ചരിത്രം മുഴുവൻ നമ്മൾ വായിച്ചു കടന്നു പോകുമ്പോൾ ദൈവാത്മാവിലേക്കുള്ള ബോധപൂർവമായ ഒരു മാറ്റത്തെ നമ്മൾ കാണും. ആ മദർതെരേസയുടെ ജീവിതമാണെങ്കിലും വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ ജീവിതമാണെങ്കിലും നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ആണെങ്കിലും ചാവർ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഒക്കെയാണ് ജീവിതത്തിൽ ഈ ആത്മാവിലുള്ള വളർച്ചയെക്കുറിച്ച്, ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു വലിയ വളർച്ചയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇത് ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ബന്ധം പോലെ തന്നെയാണ് എന്ന് അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അഞ്ചാമത്തെ കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുക. ഒന്ന് വായിച്ചു. എന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും പരിശുദ്ധാത്മാവ് മാത്രം പ്രവർത്തിക്കുന്നതിലേക്ക് മാറ്റപ്പെടുക. എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും, എൻ്റെ വികാരങ്ങളും ചിന്തകളും സമ്പൂർണമായും പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുന്ന, ആത്മാവിന് വിധേയപ്പെടുന്ന, ആത്മാവ് പറയുന്നത് അനുസരിച്ച് മാത്രം ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിലേക്ക് ഒരു വളർച്ചയാണ്. ഇത് പടിപടിയായിട്ടുള്ളൊരു വളർച്ചയാണ്. ഇത് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. 5 മേഖലകൾ. ഏതൊക്കെയാണ് 5 മേഖലകൾ നമ്മൾ പറഞ്ഞത്? വെറുതെ ഒന്ന് പറഞ്ഞോളൂ. അറിയുക, പരിശുദ്ധാത്മാവിനെ അറിയുക, വളരുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, ശക്തി പ്രാപിക്കുക, വളരുക, പരിശുദ്ധാത്മാവിൽ വളരുക, ഒന്നായി പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുക. ഇതാണ് പരിശുദ്ധാത്മാവ് ഞാനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴത്തിലുണ്ട് എന്ന് പ്രിയപ്പെട്ടവർ ഈ ഒരാഴ്ച കുറെ കൂടി ചിന്തിക്കാൻ, ഈ ഒരു ബന്ധത്തിലേക്ക് വളരെ ബോധപൂർവമായി വളരുന്നതിൽ നമുക്കറിയാം. ഭാര്യ ഭർത്തൃ ബന്ധത്തില് വിവാഹ ജീവിതം കഴിഞ്ഞ് ആദ്യം വന്നപ്പോൾ ഭാര്യയെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. അവൾ മൂളിയാൽ എന്താണ് ആ മൂളിച്ചയുടെ അർത്ഥം എന്ന് മനസ്സിലാവില്ലായിരുന്നു. അവൾ അടുക്കളയിൽ പാത്രം വെക്കുമ്പോൾ ശബ്ദം കേട്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ ആ ബന്ധം വളരുന്നതനുസരിച്ച് ക്രമേണ എൻ്റെ ഭാര്യയെ നോക്കിയാൽ, അവളെ സ്വരം വ്യത്യാസം വന്നാൽ, മൂളിച്ച വ്യത്യാസം വന്നാൽ, പാത്രത്തിൻ്റെ ശബ്ദ വ്യത്യാസം വന്നാൽ, അവൾ നടക്കുന്ന രീതി കണ്ടാൽ
പെട്ടെന്ന് മനസ്സിലാകും എന്താണെന്നുള്ളത്. ശരിയല്ലേ ഞാനീ പറഞ്ഞത് നമ്മളെ ഏവരെ സംബന്ധിച്ചും? ഹലോ, ശരിയാണോ? അതെ അതെ അത് സാവധാനം ഞാനും ഭാര്യയും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള സ്ഥിരപരിചിതമായ സഹവാസത്തിലൂടെ, ബന്ധത്തിലൂടെ, അവരുമായിട്ടുള്ള സ്ഥിരപരിചിതമായ കൈമാറ്റത്തിലൂടെ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച അതേപോലെ തന്നെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള സ്ഥിരപരിചിതമായ ബന്ധത്തിലൂടെ നമ്മൾ ഈ ഒരു അർത്ഥത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നാം വളരണം. പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് നോക്കുമ്പോൾ, നമ്മോടൊന്ന് സംസാരിക്കുമ്പോൾ, അവൻ്റെ സ്വരത്തിനൊരു വ്യത്യാസമുണ്ടാകുമ്പോൾ, അവൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗത മനസ്സിലാക്കുമ്പോൾ, അവിടുന്ന് എന്താണ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയുന്ന ഒരു ആത്മബന്ധത്തിലേക്ക് നാം വളരണമെന്ന് നമ്മെ സഭ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഒരു ബന്ധത്തിലേക്ക് നാം മാറപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് ആഗ്രഹിക്കാം, പരിശുദ്ധാത്മാവെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, വധുവും വരനും തമ്മിലുള്ള ഒരു ബന്ധം പോലെ ഞാനും നീയും തമ്മിലുള്ള വളരെ വ്യക്തിപരമായ ഒരു ബന്ധത്തിന്റെ ആഴത്തിലേക്ക് വളരുവാൻ പരിശുദ്ധാത്മാവെ നീ തന്നെ സഹായിക്കണമേ. നീ തന്നെ അതിന് ഞങ്ങളെ കൂടെ ചേർത്ത് പിടിക്കണമേ. നീ തന്നെ ഇടപെടണമേ എന്നുള്ള ആഗ്രഹത്തോടെ വേണമെങ്കിൽ നമ്മുടെ മൈക്കെല്ലാം ഒന്ന് ഓണാക്കി ഭാഷാപരത്തില് ഭാഷാപരമുള്ളവര് ഭാഷാപരത്തില്, ഇല്ലാത്തവര് നിങ്ങളുടേതായ രീതിയിൽ പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. നിങ്ങള് ആഗ്രഹത്തോട് അല്പസമയം പരിശുദ്ധാത്മാവായ ദൈവപ്പെട്ട സഹോദരങ്ങളെ ആഗ്രഹിച്ച് ത്തോടെ നിങ്ങൾ എവിടെയാണെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. ദാഹത്തോടെ ആഗ്രഹത്തോടെ ആരെയും നിങ്ങൾ ശ്രദ്ധിക്കാതെ, വേറെ ഒന്നും ശ്രദ്ധിക്കാതെ ഈ ആത്മാവ് നമ്മളിൽ ജ്വലിച്ച് ആത്മാവ് നമ്മളിൽ വ്യക്തിപരമായ അനുഭവം ഉണ്ടാവില്ല. വേറെ നമുക്ക് വായിച്ചും പഠിച്ചും ബുദ്ധിപരമായി നമ്മൾ മനസ്സിലാക്കിയാലും ആത്മാവ് നമ്മളിൽ സ്പർശിക്കേണ്ടതുണ്ട്. നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ തുടർന്ന് സഭയുടെ ചില പ്രബോധനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ വിചാരിക്കുന്നതെല്ലാം കേൾക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ഭാഷാപരത്തിൽ പറ്റുന്നവർ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെ ഇത് ആഴത്തിൽ അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇത് ശ്രമിക്കുന്നതിനും എഴുതുന്നതിനും കുറെ കൂടി നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്നതിന് നമുക്ക് ശ്രമിക്കാം. രക്ഷകന്റെ മിഷൻ എന്ന തന്റെ ചക്രലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന പ്രകാരമാണ്. രണ്ടാം വത്തിക്കാൻ സുനദോസ് അനുസ്മരിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലും ആത്മാവ് പ്രവർത്തിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിനും കർമ്മങ്ങൾക്കും മരണത്തിനും എന്തർത്ഥമാണുള്ളതെന്ന് അറിയാൻ ജനങ്ങൾ സദാ ജാഗരൂകരാണ് എന്ന സഭ നല്ലവണ്ണം മനസ്സിലാക്കുന്നു. മനുഷ്യന്റെ അസ്തിത്വപരവും മതപരവുമായ ജിജ്ഞാസയുടെ ഉൾക്കാമ്പിൽ ആത്മാവ് സന്നിഗ്ധമാണ്. ഈ ജിജ്ഞാസ യാദർശിക സന്ദർഭങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രതിഭാസമല്ല, അസ്തിത്വത്തിന്റെ വിധാനത്തിൽ നിന്ന് തന്നെ പൊന്തി വരുന്നതാണ്. ഇച്ചിരി കടികെട്ടിയായ വാക്യങ്ങളാണ്. ഓരോ വ്യക്തിയിലും ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിനും കർമ്മത്തിനും മരണത്തിനും എന്തർത്ഥമാണുള്ളതെന്നുള്ള നിരന്തരമായ ഒരു അന്വേഷണം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഈ ആത്മാവ്, പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നു എന്ന് പറയുകയാണ്. അത് അവൻ്റെ അടിസ്ഥാനപരമായ അസ്തിത്വപരമായി അവൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ് ഈ ആത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യരിലും, ക്രൈസ്തവരായ നമ്മളിൽ മാത്രമല്ല, ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരിലും അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവുണ്ട്. ആ ആത്മാവാണ് അവരെ പ്രവർത്തിക്കുന്നത്. അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് സഭ വളരെ കൃത്യമായി പറയുകയാണ്. വീണ്ടും പറയുകയാണ്, അരൂപയുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും വ്യക്തികളെ മാത്രമല്ല സ്പർശിക്കുന്നത്, സമൂഹങ്ങളെയും ചരിത്രത്തെയും ജനതകളെയും സംസ്കാരങ്ങളെയും മതങ്ങളെയും അത് സ്പർശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യരെ മാത്രമല്ല, നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സമൂഹങ്ങൾ, പലവിധ സമൂഹങ്ങൾ രൂപപ്പെട്ടു വന്ന വളർച്ചയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഈ ലോകം
രൂപപ്പെട്ട് വളർന്നു വന്ന ഇതിന്റെ ചരിത്രത്തെ മുഴുവൻ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. ഈ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളം ജനതകളെ രൂപപ്പെടുത്തി എടുത്തത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. സംസ്കാരങ്ങള് വ്യത്യസ്തമായ ലോകത്തെമ്പാടുമുള്ള എല്ലാ സംസ്കാരങ്ങളെയും രൂപപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. എല്ലാ മതങ്ങളെയും രൂപപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. ഈ ചരിത്രത്തിലൂടെയുള്ള പ്രയാണത്തിൽ മനുഷ്യരാശിക്ക് ഉപകാരമുള്ള എല്ലാ അഭിജാത ചിന്തകളുടെ യജ്ഞത്തിലും ഉത്ഭവത്തിലും വളർച്ചയിലും അരൂപയുടെ സാന്നിധ്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, ഓരോ വ്യക്തിയിലും നിറഞ്ഞു നിൽക്കുന്നു, ഓരോ മതത്തിലും സംസ്കാരത്തിലും എല്ലാം നിറഞ്ഞു നിന്നുകൊണ്ട് അവരെയൊക്കെ ക്രിസ്തുവിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. ക്രിസ്തുവിനെ അറിയുന്നതിന്, അനുഭവിക്കുന്നതിന്, യേശു ക്രിസ്തുവിന്റെ രക്ഷ അനുഭവവേദ്യമാകുന്നതിന് ഓരോ മനുഷ്യരെയും പരിശുദ്ധാത്മാവ് നയിക്കുന്നു എന്ന് സഭാപ്രബോധനം നമ്മെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് CCC 152 നമ്മൾ വായിക്കുന്നത്. ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. നമുക്കറിയാവുന്ന ദൈവവചനവും ഭാഗവുമാണ്. ആരെങ്കിലും ഒന്ന് വായിച്ചോ. പരിശുദ്ധാത്മാവുമായി പങ്കാളിത്തമില്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ഒരുവന് സാധ്യമല്ല. യേശു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനാകാതെ യേശു കർത്താവാകുന്നു എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് എല്ലാറ്റിനെയും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളെ പോലും പരിശോധിക്കുന്നു. ദൈവാത്മാവില്ലാതെ മറ്റാരും ദൈവത്തിന്റെ ചിന്തകളെ ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് മാത്രമേ ദൈവത്തെ പൂർണ്ണമായി അറിയാൻ കഴിയൂ. നാം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, കാരണം അവിടുന്ന് ദൈവമാണ്. മനോഹരമായി കത്തോലിക്ക സഭയുടെ മതബോധനം എന്നും പറഞ്ഞു വെക്കുകയാണ്. യേശു ക്രിസ്തു ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നേരത്തെ വായിച്ച ചാക്രിയാനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നത് പരിശുദ്ധാത്മാവ് എല്ലാവരിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അവരെയൊക്കെ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ്. യേശു കർത്താവാകുന്നുവെന്ന്, യേശു രക്ഷകനാകുന്നുവെന്ന്, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ ഏറ്റുപറയുവാൻ, ക്രിസ്തുവിലേക്ക് നയിക്കാൻ ഈ പരിശുദ്ധാത്മാവാണ് ഓരോ വ്യക്തിയെയും സഹായിക്കുന്നത്. വീണ്ടും പറയുകയാണ്, പരിശുദ്ധാത്മാവ് തൻ്റെ കൃപ വഴി നമ്മൾ ആദ്യമായി വിശ്വാസം ഉണർത്തുകയും പിതാവിനെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്ന പൊതുജീവൻ നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് പിതാവായ ദൈവത്തെക്കുറിച്ച്, പുത്രനായ ഈശോയെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നതിന്, അനുഭവിക്കുന്നതിന് ഇടയാക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീണ്ടും 685 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിയാണ്. പിതാവിനോടും പുത്രനോടും ഏകസത്യയായ വ്യക്തിയാണ്. പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവരും മഹത്വീകരിക്കപ്പെടുന്നവരുമാണെന്ന് ഏറ്റുപറയുന്നതാണ്. അപ്പം പരിശുദ്ധാത്മാവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ജീവിതത്തിലെ ആഴത്തിൽ രൂപപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും പിതാവിന്റെ പക്കലേക്ക്, പുത്രന്റെ പക്കലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ഈ പരിശുദ്ധാത്മാവാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ 9:50 എനിക്ക് തോന്നുന്നു. ഈ പ്രതീകങ്ങളെ കുറിച്ച് അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.